ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വന്തമായിട്ടിരിക്കാം. നമുക്ക് ഈ സന്ധ്യാസമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 4:6, ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. വീണ്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് വചനം ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാ ആകുലതകളെയും കർത്താവിന് കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥമായി അവിടുത്തെ ആരാധിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മൾ കൊരിന്തോസ് ലേഖനം 1 കൊരിന്തോസ് 2:9 അവിടെ വചനം നമ്മൾ എങ്ങനെയാണ് വായിക്കുക? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുന്ന സമയമാണ് ദൈവ ആരാധനയുടെ സമയം. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ആരാധിക്കുന്നിടത്ത് അനുഗ്രഹത്തിന്റെ മഴ പെയ്യും. യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്നിടത്ത് അനുഗ്രഹ മഴ പെയ്യും. വിശുദ്ധ വചനം നമുക്ക് തരുന്ന ഉറപ്പാണ്. വിശുദ്ധ ബൈബിളിൻ്റെ ഏടുകളിലൂടെ നമ്മളെ കടന്നു പോകുമ്പോൾ ആരൊക്കെ ദൈവത്തിനു മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറ്റമില്ലാത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ വിളിക്കുക, ഞാൻ ഉത്തരമരുളും. പ്രിയപ്പെട്ടവരെ, നാം വിളിക്കുമ്പോൾ നമുക്ക് ഉത്തരമരുളുന്ന, നമുക്ക് അനുഗ്രഹം നൽകുന്ന ഒരു കർത്താവിൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. വിശ്വാസത്തോടെ പറയാമോ ഹല്ലേലൂയ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിത വിജയത്തിന് അടിസ്ഥാനപരമായിട്ട് ഒരു രഹസ്യമുണ്ട്. അത് നമ്മുടെ ബുദ്ധിയോ യുക്തിയോ നമ്മുടെ അറിവോ കഴിവോ ഒന്നുമല്ല, മറിച്ച് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ചേർന്ന് പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ആരിലാണ് പ്രത്യാശ വെച്ചിരിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ജീവിതത്തിൽ ഒത്തിരിയേറെ തകർന്ന അവസ്ഥയിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. ഒത്തിരിയേറെ വേദനയിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ കർത്താവേ എന്നൊന്ന് വിളിക്കുവാൻ പോലും കഴിയാത്തത്ര നൊമ്പരങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. എത്ര തകർന്ന അവസ്ഥയിൽ നിന്നാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അതിനടിസ്ഥാനപരമായി ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ആരിലാണ് പ്രത്യാശ വെച്ചിരിക്കുന്നത്? നിങ്ങൾ കർത്താവിലാണ് പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ, യേശുവിലാണ് നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശു നാമത്തെ നമ്മൾ ഉയർത്തുമ്പോൾ, യേശുവിന്റെ നാമത്തെ നമ്മൾ ഉയർത്തുമ്പോൾ ദൈവ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടും. അത് നമ്മുടെ ജീവിതത്തിന്, കുടുംബത്തിന്, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ അതൊരു അനുഗ്രഹമായിട്ട് തീരും. നമുക്കൊരു നിമിഷം കൂടി ദൈവത്തിന് മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. സ്വതന്ത്രമായി നമ്മൾ കർത്താവിനെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടയ്ക്കാമോ? രണ്ട് കരങ്ങളും ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാമോ? കർത്താവേ, ഇതാ ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാൻ ഇതാ തിരുമുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഞങ്ങളോട് പറഞ്ഞല്ലോ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. കർത്താവേ, ഇതാ അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഈ രാത്രിയിൽ ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന രാത്രി, ദൈവം നമ്മുടെ കുടുംബങ്ങളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന രാത്രി, ആ കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കാമോ? ആ യേശുവിനോടൊന്ന് ചേർന്ന് നിൽക്കാമോ? വിശുദ്ധ വചനങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ആരൊക്കെ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നോ, ആരൊക്കെ യേശുവിനോട് ചേർന്ന് നിന്നോ, ആ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ആകയാൽ പൂർണ്ണ ഹൃദയത്തോടെ ഈ സമയം കർത്താവിനെ ആരാധിക്കുവാൻ, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാം. രണ്ട് കരങ്ങളെയും ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. കർത്താവേ, ഇതാ ഞങ്ങളിലെ ആശ്രയത്വങ്ങൾ അവസാനിപ്പിച്ച് അങ്ങയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. യേശുവേ, അവിടുന്നാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആശ്രയത്വമെന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ആശ്രയം കർത്താവേ അവിടുന്ന് മാത്രമാണ്.
ഞങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ കർത്താവേ ഇതാ ഹൃദയം നുറങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്നാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആശ്രയം. അവിടുന്ന് മാത്രമാണ് ഞങ്ങൾക്ക് രക്ഷിക്കുവാൻ കഴിയുന്നവനെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവത്തിന്റെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, യേശു കർത്താവാണ് എന്ന് നീ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിച്ചാൽ ഒരു ജീവിതം അനുഗ്രഹിക്കപ്പെടും. സ്വതന്ത്രമായിട്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചു. യേശുനാമത്തെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധിക്കുന്നു. യേശുവേ ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്വതന്ത്രമായി സ്തുതിച്ചു പ്രാർത്ഥിച്ചു. യേശുനാമത്തെ ഉയർത്തി പ്രാർത്ഥിച്ചു. യേശുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകാശത്തിന് കീഴെ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമാണ് യേശുവിന്റെ നാമം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട നാമം. യേശുനാമത്തെ വിളിച്ച് ആരാധിക്കുന്നു. യേശുവേ, 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 യേശുവേ. ആരാധിക്കാമോ? സ്വതന്ത്രമായിട്ട് ആരാധിക്കാമോ? അധരം തുറന്ന് ഹൃദയം തുറന്ന് ദൈവത്തിന്റെ മുമ്പിൽ എല്ലാ ആശ്രയത്വവും അവനിൽ അർപ്പിച്ചുകൊണ്ട് ആരാധിക്കട്ടെ. കുടുംബമായി ദൈവത്തെ ആരാധിക്കട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിലായിരുന്നുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകൻ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും. എല്ലാവരും ഒന്ന് ചേർന്ന് പാടാമോ? എന്റെ രക്ഷകൻ എന്റെ യേശു മാത്രം മതിയേനിക്കേതു നേരത്തും. ചേർന്ന് ആരാധിക്കാം. യേശുവിന്റെ നാമത്തെ ഉയർത്താം. പ്രിയപ്പെട്ടവരെ, അവന്റെ നാമത്തെ നമ്മൾ വിളിക്കുമ്പോൾ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട അവന്റെ നാമത്തെ വിളിക്കുമ്പോൾ, ആ യേശുവിന്റെ നാമത്തെ നമ്മൾ ഉയർത്തുമ്പോൾ അത് നമുക്ക് രക്ഷയായിട്ട് തീരും. നമ്മുടെ കുടുംബങ്ങൾക്ക് അത് അനുഗ്രഹമായിട്ട് തീരും. നമ്മൾ ഏത് സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, ആ സാഹചര്യങ്ങളിലേക്ക് യേശുവിനെ വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ആരാധിക്കുകയാണ്. എന്നേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ. നിന്മാർവിലല്ലാതില്ലേനിക്ക് വിശ്രമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യൻ എൻ പ്രിയൻ. എന്നേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ. നിന്മാർവിലല്ലാതില്ലേനിക്ക് വിശ്രമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യൻ പ്രിയൻ. രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും ചേർന്ന് രക്ഷ
രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും എൻ രക്ഷക എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും യേശു പറഞ്ഞ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത ഭാരങ്ങളെ യേശുവിൻ്റെ കാൽക്കൽ ഈ സമയങ്ങളിൽ ഒന്ന് ഇറക്കി വയ്ക്കുക. നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ യേശുവിൻ്റെ തിരുമുമ്പിലേക്ക് ഒന്ന് ഇറക്കി വയ്ക്കുക. അവൻ നമുക്ക് ആശ്വാസം നൽകുന്നവനാണ്. അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഈ ആരാധനയുടെ വേളകളിൽ അവൻ നമ്മെ ആശ്വസിപ്പിക്കുവാനായിട്ട് കടന്നു വരും. രണ്ട് കരങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി ജീവിത ഭാരങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ഒരുപക്ഷേ ലോകത്തിൽ ആരോടും പങ്കുവയ്ക്കാത്ത ദുഃഖങ്ങളിലൂടെ കണ്ണുനീരിലൂടെയാണ് നീ കടന്നു പോകുന്നത് എങ്കിൽ ഈ സമയം അത് യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിനക്ക് വിടുതൽ നൽകുവാൻ, നിന്നെ സൗഖ്യപ്പെടുത്തുവാൻ ഇതാ കർത്താവ് കാത്തിരിക്കുന്നു. ആ നല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കുക. അവൻ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നവനാണ്. അവൻ ഇന്ന് നിന്നെ വിടുവിക്കുവാൻ കഴിയുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിച്ചു പ്രാർത്ഥിക്ക്. ദൈവകൃപ നമ്മളിലേക്ക് വർഷിക്കപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിന്റെ ശക്തി നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്ന സമയമാണല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഉയർത്തി അങ്ങേ ആരാധിക്കുന്നപ്പ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഉയർത്തി അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും മനുഷ്യരാൽ അസാധ്യമായ എല്ലാ കാര്യങ്ങളെയും കർത്താവേ ഇതാ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവിക പ്രവൃത്തികൾ ഈ ആരാധന വേളകളിൽ ഞങ്ങൾ വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. അവിടുത്തെ ശക്തി അയക്കണമേ. കൃപ ഞങ്ങളിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എല്ലാ ഭാരങ്ങളെയും സമർപ്പിച്ചു എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയാ. യേശു നമ്മുടെ അരികെയുണ്ട്. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും അവൻ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയാ. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും ചേർന്ന് രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എല്ലാതാരുമില്ലപ്പാ. എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും ഓ എന്റെ രക്ഷക, എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും
ഇങ്ങനെ ആ വഴിയിലിരുന്ന് വിളിച്ചു പറഞ്ഞു, യേശുവേ ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണമേ, യേശുവേ ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണമേ. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അവന്റെ നിലവിളിക്ക് മുൻപിൽ യേശു അവിടെ നിന്നു. അവൻ നിലവിളിച്ചപ്പോൾ യേശു അവിടെ നിന്നു. പ്രിയ ദൈവവേദലേ, ഈ രാത്രിയിൽ നീ ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കുമ്പോ, നീ യേശുവിനെ നോക്കി ഒന്ന് നിലവിളിക്കുമ്പോ, അത് കർത്താവ് നിനക്ക് വേണ്ടി അവിടെ നിൽക്കും. നിന്റെ യേശു നിനക്ക് വേണ്ടി അവിടെ നിൽക്കും. നിന്റെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങളുടെ മേൽ അവൻ ഇടപെടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിന്റെ രോഗപീഠകളെ, നിന്റെ അസ്വസ്ഥതകളെ, നിന്റെ ഭാരങ്ങളെ, കടബാധ്യതകളെ എല്ലാം ഒന്ന് യേശുവിന്റെ മുമ്പിൽ കൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളെയും ഒന്ന് ഉയർത്തി യേശുവേ എന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച രോഗാവസ്ഥയിലൂടെ ആയിരിക്കാം നീ കടന്നു പോകുന്നത്. എന്നാൽ യേശുവിനെ നിന്നെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കും. നീ അവന്റെ മുമ്പിൽ നിലവിളിക്കുമ്പോ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്റെ രോഗശയ്യയിലേക്ക് നിന്റെ കർത്താവ് ഇറങ്ങി വരും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവിക പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്കാൻ. സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ. കരങ്ങൾ ഉയർത്താമോ? എൻ രക്ഷകനായൻ ദൈവമേ, നീയല്ലാതെല്ലാവരും ചേർന്ന് എന്നേശു മാത്രം മതി. എനിക്കേതു നേരത്തും എൻ രക്ഷക, എൻ രക്ഷകനായൻ ദൈവമേ, നീയല്ലാതെല്ലാവരും എന്നേശു മാത്രം മതി. എനിക്കേതു നേരത്തും എന്റെ രക്ഷക, എൻ രക്ഷകനായൻ ദൈവമേ, നീയല്ലാതെല്ലാവരും എന്നേശു മാത്രം മതി. എനിക്കേതു നേരത്തും സ്വതന്ത്രമായിട്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അന്ന് മാത്രമാണ് രക്ഷകനെ ഏറ്റുപറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നവൻ അവിടുന്ന് മാത്രമാണ്. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നവൻ അവിടുന്ന് മാത്രമാണ് ഏറ്റുപറയുന്നത്.
അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജോലി മേഖലകളെ സമർപ്പിച്ച് ആരാധിക്കുന്നപ്പാ. ഈ രാത്രിയിൽ അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ ഈശോ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വരണമേ കർത്താവേ. അങ്ങേക്ക് ഇടപെടാൻ സാധിക്കുമല്ലോ അപ്പാ. ആരാധിക്കുന്നപ്പാ, ആരാധിക്കുന്നപ്പാ. ഈശോ രോഗപീഠകളിലേക്ക് വരണമേ. ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് വരണമേ അപ്പാ. ഈശോ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വരണമേ അപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന. എൻ രക്ഷകൻ കണ്ണുകളടച്ച് ദൈവമേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നീയല്ലാതില്ലാരും ഹൃദയം കൊണ്ട് അവിടെ തുറന്ന് പറഞ്ഞേ. എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. ആത്മാർത്ഥമായിട്ടെന്ന് പറയേണ്ട യേശു മാത്രം മതി എനിക്ക്. രക്ഷകൻ ദൈവമേ, നീയല്ലാതില്ലാരും എനിക്കെന്റെ യേശു മതി. എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. യേശു മതി. ദൈവമേ, നീയല്ലാതില്ലാരും ഉറപ്പ്. എന്നേശു മാത്രം ആമേൻ. മതി എനിക്കേതു നേരത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ഈ രാത്രിയിൽ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ചേർന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം.